ഒരു കാര്യം ചെയ്യാം, ഈ ക്ലാസ്സില്ലേ പ്രതിമയുടെ കാലിലോട്ട് എറിയാം, പിന്നെ അവൾ അലറി വിളിക്കണ കാണാം. സർ 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 വീഴല്ലേ സർ, പതുക്കെ പതുക്കെ സർ. സർ ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞതിൽ നിങ്ങൾ എന്ത് വിശ്വസിക്കാതെ? പാപ്പ, യോങ് ഒരുപാട് കുടിച്ചിട്ടുണ്ടെന്ന് തോന്നണേ. അവനെ സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. സോറി ഗുലാബ് സിംഗ് സർ, എന്റെ മോൻ കാരണം സാറിന് ബുദ്ധിമുട്ടായിക്കണോ അല്ലേ? അയ്യോ, അങ്ങനെ ഒരു കുഴപ്പമില്ല പുരുഷോത്തമ സാർ. സാറിന്റെ മോനും പാർട്ടിക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാ. അതിലൂടെ നമ്മുടെ ആ പഴയ സൗഹൃദം കുറച്ചും കൂടി ദൃഢമായി കിട്ടുമല്ലോ. സൂരജ് സർ, ഇദ്ദേഹത്തിന്റെ മോനെ പതുക്കെ പുറത്തേക്ക് കൊണ്ടുപോയിക്കോ. ശരി ശരി സർ. പാപ്പ പാപ്പ, ഇത് പെണ്ണ ഗുലാബങ്കൾ, ഇത് പ്രതിമയല്ല, മനസ്സിലാക്ക്. സോറി ഗുലാബ് സിംഗ് സർ. താങ്ക് ഗോഡ്, എന്റെ കള്ളി വിളിച്ച തവന്റെ സൂരജ് എന്നെ രക്ഷിച്ചു. താങ്കൾ ഇവിടെ സംഭവിച്ചതൊക്കെ മറന്നേക്കോ? സോറി. അയ്യോ ഇല്ലല്ല, ഇവിടെ സോറിയുടെ ഒരു ആവശ്യമില്ല. വലിയ വലിയ പാർട്ടികളിൽ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ സർവ്വസാധാരണമല്ലേ. ആ, ഇവിടെ എന്റെ ക്ഷണം സ്വീകരിച്ചു വന്നിരിക്കുന്ന എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. ഇനി അധികം വൈകാതെ തന്നെ ഈ പാർട്ടി ഇവിടെ അവസാനിക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലേക്ക് മടങ്ങാം. അതിനു മുമ്പായിട്ട് എനിക്ക് നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അതായത് എന്റെ മകൾ ഇഷ, അവളിപ്പോ വിദേശത്താണ്. അവൾ തിരിച്ചു വരാറായിട്ടുണ്ട്. അപ്പോൾ അവൾ തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ എന്റെ മകളുടെ കല്യാണം പുരുഷോത്തമ സാറിന്റെ മകനുമായിട്ട് ആഘോഷപൂർവ്വം നടത്തുന്നതാണ്. പുരുഷോത്തമൻ സാർ, പറയൂ. എന്റെ മകൾ സാറിന്റെ വീട്ടിലെ മരുമകളാകും. പക്ഷെ എന്റെ ഡൽഹിയിലേക്കുള്ള ടിക്കറ്റ് സൂക്ഷിച്ചു വച്ചിരിക്കണം. താങ്കൾ താങ്കളുടെ മകളെ ഞങ്ങളുടെ വീട്ടിലേക്ക് അയക്കൂ. പിന്നെ താങ്കളുടെ ഡൽഹി ടിക്കറ്റ് അത് ഉറപ്പിച്ചേക്കൂ. എന്നാ സാറിന്റെ മകന് വേണ്ടിയുള്ള ഷർവാണി തയ്യാറാക്കി വെച്ചോളൂ സാർ. കാരണം ഇഷയുടെ ഭാഗ്യരേഖയിൽ എല്ലാം എഴുതി കഴിഞ്ഞു സാർ. അവളുടെ ഭാഗ്യരേഖയിൽ എന്തു വരുമെന്ന് ഞാൻ തീരുമാനിച്ചു വച്ചിട്ടുണ്ട്. കാരണം ഞാൻ തന്നെയാണ് അവളുടെ ഭാഗ്യവിധാതാവ്. അധികം വൈകാതെ തന്നെ ഇഷ അങ്ങയുടെ മരുമകളാവും. ഇതെന്റെ വാക്കാ. വളരെ നന്ദിയുണ്ട് ഗുലാബ് സിംഗ് സർ. അപ്പോ ഞങ്ങൾ പോയിട്ട് വരാം. ഈഷയുടെ പിടിവാശിക്ക് മുന്നിൽ എന്റെ അന്തസ്സും അഭിമാനവും പിന്നെ എന്റെ പേരും ഡൽഹിയിലെ എന്റെ കസേരയും എല്ലാം അപകടത്തിലായിരിക്കുകയാണ് സൂരജ്. നീ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ഈഷയെ ഗുലാബ് ബംഗ്ലാവിലേക്ക് അയച്ചേ പറ്റൂ സൂരജ്. ശരി സാർ, ഞാൻ എന്നാൽ കഴിയുമെന്ന് ശ്രമിക്കാം. ഈ പ്രതിമ, ഇതിനെ പുരുഷോത്തമ സാറിന്റെ മകന് വല്ലാതെ ഇഷ്ടപ്പെട്ടോ? എന്റെ വകയായിട്ട് ഇതിനെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അയച്ചേക്കാം. അദ്ദേഹത്തിന്റെ മകന് വേണ്ടിയുള്ള ഒരു സമ്മാനം ആയിക്കോട്ടെ. അല്ലെങ്കിലും സത്യം പറഞ്ഞാൽ പപ്പ സ്വന്തം മകൾക്ക് ഒരു പ്രതിമയുടെ വില പോലും കൊടുത്തിരുന്നില്ലല്ലോ. പക്ഷെ ഞാൻ ഇന്നലെ ഒരു പ്രതിമയല്ലായിരുന്നു, ഇന്നും ആവില്ല. അതുകൊണ്ട് തന്നെ പപ്പയുടെ ഇഷ്ടത്തിന് എന്നെ അവരുടെ ഇവരുടെ വീട്ടിലേക്ക് ഇങ്ങനെ പറഞ്ഞയക്കാനാവില്ല. എന്റെ വിവാഹം സൂരജുമായി നടന്നു കഴിഞ്ഞു. ഞാനിപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. ഞങ്ങളെ ഇനി ആർക്കും വേർതിരിക്കാനാവില്ല. സാർ, ഈ പ്രതിമയുടെ ഒരു കാല് പൊട്ടിപ്പോയി. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ പ്രതിമ വീഴുന്നുണ്ടായിരുന്നു. മാത്രമല്ല, പൊട്ടിയ പ്രതിമ ഗിഫ്റ്റാക്കി കൊടുക്കുന്നത് അശുഭം തന്നെയല്ലേ സാർ? അഥവാ സാർ സമ്മതിക്കുകയാണെങ്കിൽ ഇതുപോലെ സുന്ദരമായൊരു പ്രതിമ ഞാൻ ഇങ്ങോട്ടേക്ക് കൊടുത്തയക്കാം. എനിക്ക് കുഴപ്പമില്ല. നിനക്ക് ശരിയാണെന്ന് തോന്നുന്നു, നീ ചെയ്തോ. പിന്നെ മോളെ, ഇനിയിപ്പോ എന്തായാലും നീ പോയി വിശ്രമിച്ചോ. ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ടാവില്ലേ? ഞാനും പോവുകയാണ്.
ഇയാൾ ആരാണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ടോ. അഥവാ ഇയാളുടെ കൂടെ എന്നെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്നെ ഈ ചോദ്യത്തിന്റെ മുൾമുനെ പിടിച്ച് നിർത്താൻ മടിക്കില്ല. പൊയ്ക്കോ, എത്രയും വേഗം പൊയ്ക്കോ. ഞാനിന്ന് വളരെ സന്തോഷത്തിലാണ്. ഒരു പ്രതിമയായിട്ടാണെങ്കിലും എന്റെ ബന്ധുക്കളെ എല്ലാം എനിക്ക് കാണാൻ സാധിച്ചു. അവരുടെ സന്തോഷം എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു. എന്റെ കൃഷ്ണ, ഇതെല്ലാം നിന്റെ അനുഗ്രഹം കൊണ്ടാ സാധിച്ചേ. താങ്ക് യു. സർ, കാശ്. കാശോ? നീ ആരാ? ഹോളിൽ ഇത്രയും നേരം പ്രതിമയായിട്ട് നിന്നില്ലേ, അത് ഞാനാ. പ്രതിമയോ? അപ്പൊ അത് ശരിക്കുള്ള പ്രതിമയല്ലേ, താനായിരുന്നോ? പിന്നല്ലാതെ. നീ കണ്ടില്ലേ, പ്രതിമയുടെ വേഷമല്ലേ. ഒരു സെക്കൻഡേ, കണ്ടോ? കൊടുവ് അത് തന്നെ. മണിക്കൂറുകളോളം ഞാൻ ഒരേ സ്ഥലത്ത് അനങ്ങാതെ നിൽക്കുമായിരുന്നു. ഇതുപോലെ തന്നെ നിൽക്കുമായിരുന്നു. കൈയും കാലും ബോഡി ഫുള്ളും നല്ല വേദനയുണ്ട്. എന്റെ പെണ്ണെ, മര്യാദയ്ക്ക് ഇവിടെ വയ്ക്കോ. നീ എന്താ വിചാരിച്ചേ? നീ പറയുന്നൊക്കെ വിശ്വസിച്ച് ഞാൻ നിനക്ക് കാശ് ചെയ്തു തന്നോ? ദേ നോക്കി, നിങ്ങൾ എനിക്ക് കാശ് തരേണ്ടി വരും. ഞാൻ അത്രയും നല്ലൊരു കാര്യം ചെയ്തേ. അവിടെ പാർട്ടിയിൽ പങ്കെടുത്ത ആർക്കും തോന്നിയിട്ടില്ല ഞാനൊരു പ്രതിമയല്ല, യഥാർത്ഥ പെൺകുട്ടിയാണെന്ന്. പ്രതിമയുടെ മുഴുവൻ പേയ്മെന്റ് എനിക്ക് കിട്ടിയേ പറ്റൂ. ചേട്ടൻ മര്യാദയ്ക്ക് പേയ്മെന്റ് തന്നെ. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ കഴിയില്ല. നീ ആയിരുന്നു ശരിക്കുള്ള പ്രതിമ എന്ന് ആരോട് ചെന്ന് പറയാനും പറ്റില്ല. ആരംഗീകരിക്കും? വേറെ സ്ഥലം വിടാൻ നോക്ക്. മര്യാദയ്ക്ക് ഇവള് കഷ്ടപ്പെട്ടതിന്റെ കാശ് ഇവൾക്ക് കൊടുത്തേക്ക്. തനിക്ക് എന്താണോ നാണമില്ലേ പാവപ്പെട്ടവരുടെ കാശിൽ ഇങ്ങനെ കൈയിട്ട് വരാൻ? അവളുടെ അത്യാവശ്യത്തിന്റെ പേരിലാണ് അവിടെ മണിക്കൂറുകളോളം ഒന്നും കഴിക്കാതെയും കുടിക്കാതെയും ഒന്നും അനങ്ങാൻ പോലും പറ്റാത്ത പ്രതിമയായി നിന്നത്. എന്നിട്ട് ഇവൾക്ക് കിട്ടേണ്ട പൈസ തനിക്ക് തിന്നണോ അല്ലേ? തന്റെ തോന്നിവാസം സാറങ്ങാനോ അറിഞ്ഞാലുണ്ടല്ലോ, അതോടെ തന്റെ കാര്യത്തിനൊരു തീരുമാനമാവും. അദ്ദേഹം തന്നെ എന്ത് ചെയ്യുന്ന അറിയാലോ. സോറി സാർ, എന്താ കാശ്? ഒരു 2000 കൂടി എടുക്കാം. 2000? എന്ത് കാര്യത്തിന്? ഇത് ലേറ്റ് പേയ്മെന്റിന്. ഇനി സ്ഥലം വിട്ടോ. ഇതാ നിങ്ങളുടെ പേയ്മെന്റ്. പിന്നെ ഇത് മെഡിസിൻ. ഇത് ഇയാളുടെ കാലിൽ തേച്ചാൽ മതി. തന്റെ കാലില് ആ മുറിവ് ഞാൻ കണ്ടിരുന്നു. എന്റെ ഭർത്താവ് ഒരു ഗുണ്ടയാ, നല്ല ഹൃദയമുള്ള ഗുണ്ട. ഐ എം സോറി. ഇത് എനിക്ക് ഒരബദ്ധം പറ്റിയതാ. ഐ എം സോറി. അല്ലാതെ ഒരു മിനിറ്റ്. ഇവളെ ഞാൻ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? ഇനിയിപ്പോ ഇവിടെ വെച്ചെങ്ങാനും? ഇല്ല. അതൊക്കെ എന്തിനാ ഞാൻ നോക്കുന്നത്? ഞാൻ ബ്രഹ്മചാരിയില്ലേ. അതുപോട്ടെ. സൂരജ്, ഇന്ന് നീ വീണ്ടും തെളിയിച്ചു. നീ എന്റെ കൂടെ ഉള്ളപ്പോ ഒരാപത്തിനും എന്നെ സ്പർശിക്കാൻ കഴിയില്ലെന്ന്. നീ ഉള്ളപ്പോ എനിക്ക് യാതൊന്നിനും പേടിക്കേണ്ട ഒരു ആവശ്യവും വരില്ല. അതെ, സത്യത്തിൽ പപ്പയുടെ നിർബന്ധം കൊണ്ടാ എനിക്ക് നിന്നെ വിവാഹം കഴിക്കേണ്ടി വന്നേ. പക്ഷെ നിന്നെ എനിക്ക് വേണ്ടി കൃഷ്ണൻ സ്വയം തിരഞ്ഞെടുത്തതാ. അതുകൊണ്ട്
തന്നെയാ ഇന്നും നിന്നിൽ നിന്ന് അകന്നു പോവാതെ നീ എന്നെ രക്ഷിച്ചതും